ഹായ്, ഒടുവിൽ പാറ്റകളുടെ സമരം വിജയിച്ചിരിക്കുകയാണ്. അതെ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുകയാണ്. വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ്. കാരണം ഒരുപാട് പേര് എതിർത്തിട്ടുണ്ടായിരുന്നു. പാർട്ടികൾ ചെയ്യുന്ന അല്ലെങ്കിൽ CJP ചെയ്യുന്ന പാർട്ടി, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വാദോരതെ വിളിച്ചാൽ ആ മന്ത്രി രാജിവെക്കുമോ, അങ്ങനെ ഇങ്ങനെ ഒരുപാട് കുത്തുവാക്കുകൾ ആ പാർട്ടിക്ക് കേൾക്കാനുണ്ടായിരുന്നു. പക്ഷെ ഇത് ആ ഒരു പാർട്ടിയുടെ മാത്രം വിജയമല്ല, ഇത് വിദ്യാർത്ഥികൾ ഒന്നടങ്കം പാർട്ടിയില്ലാതെ, ജാതിയില്ലാതെ, മതമില്ലാതെ ഉള്ളൊരു വിജയമാണ് നേടിയിരിക്കുന്നത്. ഇന്ന് രാവിലെ ഞാനൊരു FB പോസ്റ്റ് കണ്ടതായിരുന്നു. അത് മലയാളത്തിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു റിപ്പോർട്ടർ അവരുടെ ചോദിക്കുന്നതിന് മറുപടി ആയിട്ടാണ്. കാരണം അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അധികം അല്ലെങ്കിൽ അവർ രാജിവെക്കണം എന്ന തരത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ദീപക് പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്, ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയല്ലേ, നിങ്ങളുടെ ഒരു ഭാഗത്തു നിന്ന് ഒരു വീഴ്ച സംഭവിച്ചു, ആദ്യത്തെ തവണ ക്ഷമിക്കുമായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ തവണ ആ ഒരു തെറ്റ് ആവർത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ കമ്പനിയിൽ നിന്ന് പുറത്താക്കുമോ അതാ ജോലിയിൽ വെച്ചുകൊണ്ടിരിക്കുമോ? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എന്നെ എന്തായാലും പുറത്താക്കും. അപ്പോൾ അത് തന്നെയാണ് വേണ്ടത്. കാരണം ഒരാൾ നല്ലവണ്ണം ഭരിക്കാൻ അറിയില്ല എങ്കിൽ, അതിന് ഏത് പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയായിരുന്നാലും ഒരു ഭരിക്കാൻ അറിയില്ലെങ്കിൽ അയാൾ രാജിവെച്ച് പുറത്തു പോകണം. അല്ലെങ്കിൽ പുറത്ത് പോയാൽ തന്നെ ആവുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന ഒരു വ്യക്തി കയറിയിട്ട് ഇത്രയും വർഷങ്ങളായി, ഈ 152 തവണയാണ് ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടുള്ളത് 10 വർഷത്തിനിടെ. അപ്പോൾ ഇതിനെതിരെയൊക്കെയാണ് ഈ വിദ്യാർത്ഥികൾ സമരം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ എല്ലാവർക്കും 1 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കാം എന്ന തരത്തിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം, അല്ലെങ്കിൽ തീരുമാനമാക്കാം, പ്രതിഷേധക്കാർക്കെതിരെ നിയമ നടപടികളൊന്നും എടുക്കാതെ നോക്കാം എന്ന രീതിക്ക് ചർച്ചയിൽ അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്രയും പറഞ്ഞിരുന്നാലും അവർ ഈ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കാതെ ഇവരെ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് അവർ നല്ല ഉറച്ച തീരുമാനത്തിലൂടെയാണ് നിന്നിരുന്നത്. ആ ഒരു ഉറച്ച തീരുമാനത്തിൽ അവർ വിജയം കണ്ടിരിക്കുകയാണ്. വളരെ നല്ലൊരു കാര്യം, എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യം. എഡ്യൂക്കേഷന് ഒരു നല്ലൊരു മന്ത്രി ഇനി അടുത്ത് വരട്ടെ എന്നാണ് പറയുന്നത്. കാരണം ഒരു മന്ത്രി അവിടെ ഇരിക്കുമ്പോൾ അവിടെ തെറ്റ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതൊരു മന്ത്രിയുടെ കുഴപ്പമാണ്. നമ്മൾ തന്നെ ആയിക്കോട്ടെ, വേറെ എന്ത് പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നാലും ഇവിടെ അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കില്ല. കാരണം ഇത് ഇന്ന ആളാണ് ഇരിക്കുന്നത്, ഇന്ന ഒരു വ്യക്തിയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം വരാൻ പറ്റത്തില്ല. കാരണം ഇതിനെല്ലാം അയാൾക്ക് പറയേണ്ടി വരും, അല്ലെങ്കിൽ അയാളെ നമുക്ക് ഭയമാണ്. ആ ഒരു തലത്തിലേക്ക് ഒരു കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങളിലേക്കൊന്നും പോകത്തില്ലായിരുന്നു. പക്ഷേ ഇത് 152 തവണ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടും ഇയാളൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു രീതിക്കാണ് കാര്യങ്ങളൊക്കെയും ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്തു തന്നെ ആയിരുന്നാലും സോനം വാങ്ചുങ് തുടങ്ങി വെച്ച ഒരു സമരം, അത് CJP പാർട്ടി കൂടെ ചേർന്ന് വന്നപ്പോൾ വളരെ ഒരു വിജയകരമായിട്ട് മാറിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ മാത്രമല്ല, ഈ ലോകത്ത് ഒന്നടങ്കമുള്ള മനുഷ്യരുടെ ഒരു വിജയമാണ്. പാർട്ടിയോ വ്യക്തിപരമായിട്ടോ ജാതി മതഭേദമന്യേ എല്ലാവരും ഒരു വിജയിച്ച ഒരു കാര്യത്തിലേക്കാണ്. ഇതിനെതിരെ സമരം ചെയ്ത ഒരുപാട് വിദ്യാർത്ഥികൾക്ക് കഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ ഒരു റൂമിനകത്തിരുന്നാണ് ഈ ഒരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് പൊരുതിയ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് മനസ്സും ശരീരവും എല്ലാം വേദനിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ അവർ ഓരോരുത്തർക്കും അർഹിക്കുന്ന ഒരു വിജയം നേടിയെടുക്കാനായിട്ട് സാധിച്ചു. അത് വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു വിഷയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ബൈ.